രാവിലെ എണീറ്റ് ട്രക്കിങ്ങിനാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ല, ഇതിവിടുത്തെ അരുവി. ഇത് നേരെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ടോയ്ലറ്റ് ഏരിയയാണ് കേട്ടോ. അതായത് ഈ കാട്ടിൻ്റെ എന്താ പറയുക, വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ ടോയ്ലറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവർ ഉപയോഗിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇങ്ങോട്ട് വന്നെയാണ് നേരം വെളുത്തപാടെ. ഇന്തോനേഷ്യയിലെ മെന്തബായ് ദ്വീപിലെ കാട്ടിനുള്ളിലുള്ള ആദിമ മനുഷ്യരുടെ കൂടെയുള്ള അവസാന ദിവസമാണ് നമ്മളുടെ ഇന്ന്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കാടിന് നടുവിലേക്ക് എത്തിപ്പെട്ട ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ഇവരോടൊപ്പം ജീവിച്ചു തീർക്കുകയായിരുന്നു ഈ കാടിൻ്റെ ആത്മാവിലൂടെ. ഇന്ന് ആ ജീവിതത്തിൻ്റെ പ്രധാന ദിവസങ്ങളിലൊന്നാണ് ചോര കാണുന്ന ദിവസം, വേട്ടയുടെ ദിവസം. അതിനു മുമ്പായി അതിരാവിലെ തന്നെ എണീറ്റ് ഈ കാട്ടിലേക്ക് വന്നതാണ് ഞാൻ. ഈ കാണുന്ന മരത്തിലൂടെയുള്ള അഭ്യാസം കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ കണ്ടതാണല്ലോ. ഹേരുവും കൂട്ടുകാരും നമുക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. അതിനിടയ്ക്ക് ഈ നാട്ടിൻ്റെ തനതായിട്ടുള്ള ഒരു പുകയിലയും അവർ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൂപ്പന്മാർ തിരക്കിലാണ് ഇന്നത്തെ വേട്ടയ്ക്ക് വേണ്ട കുരുക്കുകൾ തയ്യാറാക്കുന്നതിൻ്റെ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മളുടെ മെന്തവായിലുള്ള അതേ കാട്ടിലെ അതേ ട്രൈബ്സിൻ്റെ അവരുടെ വീട്ടിൽ നിന്നും സ്വാഗതമുണ്ട്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മൾ അതിരാവിലെ തന്നെ വേട്ടയ്ക്ക് ഇറങ്ങുവാണ് മെന്തബായ് കാടുകളിൽ കേട്ടോ. അപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തൊഴിഞ്ഞ് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇവരിവിടെ കുരുക്കും അതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അമ്പിൽ വിഷം തേക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് കാട്ടിലൊരു ഉഗ്രൻ വേട്ടയ്ക്കായിട്ട് പോവുകയാണ് കേട്ടോ. എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കിട്ടില്ല, എന്തായിരിക്കും ഇനി മുൻപോട്ടേക്ക് എന്നുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാണാം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. വേട്ടയ്ക്കിറങ്ങുമ്പം ഇങ്ങനെയാണ് ഇവരുടെ മൊത്തത്തിലൊരു ഔട്ട്ഫിറ്റ് ഉണ്ടാവുക. കണ്ടില്ലേ നിങ്ങൾ? അമ്പ്, വില്ല്, കുന്തമല്ല കേട്ടോ, അമ്പും വില്ലും പിന്നെ ഒരു കുരുക്കും മറ്റു കാര്യങ്ങളും കത്തിയും ഒക്കെയാണ്. അഗ്രസീവായ വേട്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിഷം തേച്ച അമ്പുകൊണ്ട് നമ്മളുടെ ഇരയെ വേട്ടയാടുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. ആ ഒരു വിഷം ഇവർ ഈ ഒരു കാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവേ. അപ്പം നിങ്ങളും റെഡിയല്ലേ? നമ്മളുടെ കൂടെ വേട്ടയ്ക്കിറങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് കാടടച്ച് നമ്മൾ വെടിവെക്കും, അല്ല അമ്പ് ചെയ്യും. നമുക്ക് കണ്ടാലും കേട്ടാലും ഒക്കെ അത്ഭുതം തോന്നുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങളും ഭൂപ്രകൃതികളും ഒക്കെയുള്ള ഒട്ടനവധി ദ്വീപുകൾ ഇന്തോനേഷ്യയിൽ വേറെ ഉണ്ട്. അതൊക്കെ തേടിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മുമ്പോട്ടേക്ക് യാത്ര പോകുന്നത്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, അധികം ഒച്ചപ്പാടും ബഹളമൊന്നും പാടില്ല. കാരണം കാട്ടിൽ നമ്മൾ കയറുമ്പോൾ അധികം ഒച്ചയൊന്നും ഉണ്ടാക്കാതെ വേണം അതോട്ട് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഒരു മൃഗത്തിൻ്റെ കാൽപ്പാട് കാണാം. മാനിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് സോ അതുകൊണ്ട് അവർ നോക്കുകയാണ് അത് എങ്ങോട്ടാണ് പോയത്, അതിൻ്റെ ഫുട് പ്രിൻസിൻ്റെ ഇത് എങ്ങോട്ടേക്കാണ് ലീഡ്സ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് പോയ വഴി കിട്ടിയിട്ടുണ്ട്, അതിനെ പിന്തുടരുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കാൽപ്പാടുണ്ട് കേട്ടോ. ഓഹോ, നേരെ അതൊരു ചെറിയൊരു അരുവിയുടെ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ചിലപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതായിരിക്കും, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോയതായിരിക്കും. എന്താണെന്നുള്ളത് അറിയില്ല. പത്രോസ് ഉണ്ടല്ലോ, അവിടെ നിന്നും ആ ഒരു ബാമ്പുവിൻ്റെ അത് കൊത്തുകയെടുക്കുന്നുണ്ട്. ആ ബാമ്പു എന്തിനാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ കാടിനുള്ളിൽ ഇതുങ്ങളെന്തായാലും വന്നു പോകുന്ന വഴിയാണല്ലോ. അതാണ് ഇപ്പോൾ എന്തായാലും രാത്രിയാകുമ്പോൾ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ നമുക്കിപ്പോൾ പോകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ആ ഒരു സമയത്ത് കിട്ടാനായിട്ട് ട്രാപ്പ് വെക്കുകയാണ്. അപ്പോൾ ട്രാപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാമ്പു ഇവരെടുത്തേക്കുന്നത്. ശരിക്കും വലുത് മാത്രമല്ല, അതിൻ്റെ കുട്ടിയും ഒക്കെ കൂടെയുണ്ട്. ഇന്നലെ മഴ പെയ്തില്ലായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ ബാമ്പുവൊക്കെ മുളയ്ക്കും. അപ്പോൾ അങ്ങനെ ബാമ്പുവൊക്കെ മുളയ്ക്കുന്ന സമയത്ത് അതൊക്കെ തേടിയിട്ടാണ് ഇതുങ്ങൾ ഈ ഒരു ടൈമിൽ പുറത്തോട്ട് ഇറങ്ങുന്നത്. അതായത് ഏകദേശം നമ്മളൊക്കെ ഒതുങ്ങി വീട്ടിലൊക്കെ ഉറങ്ങുന്ന ആ ഒരു സമയത്തൊക്കെയാണ് അതുങ്ങൾ കഴിക്കാനായിട്ട് വരിക. അതിനുശേഷം ഇപ്പോൾ അതുങ്ങൾ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് നിൽക്കുമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കാൽപ്പാടുകൾ ഉണ്ട്. ഇതുണ്ട്, അതെല്ലാം ചെളി. നമ്മളുടെ കാല് താന്നു പോകുന്ന പോലെ തന്നെ ഈ മാനിൻ്റെയൊക്കെ കാലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ താന്നു പോകും. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്
ശരിക്കും ഈ ഒരു കാട്ടിൽ ഈ മറ്റു മൃഗങ്ങളെക്കാളൊക്കെ കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായത്. കാരണം നമുക്കിതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് ഏത് മൃഗമാണ് എങ്ങടെ പോയത് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻ്റലിജൻസ്, അതിപ്പോൾ കാട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ കൂടി അവർക്ക് വരെ ആ ഒരു സാധനമുണ്ട്. സോ അതുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള, ഭൂമിയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൃഗമായിട്ട് മനുഷ്യന്മാർ മാറിയത് കേട്ടോ. ഇപ്പം നമ്മൾ അതിൻ്റെ ഫുഡ് സ്റ്റെപ്പിനെ ഫോളോ ചെയ്യുകയാണ്. ഏർലി മോർണിംഗ് ആയിരിക്കും വന്നു പോയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. കാരണം അതിനുശേഷം ചെറിയൊരു ചാറ്റൽ മഴ പെയ്തിരുന്നു. ആ ചാറ്റൽ മഴയിലൊന്നും ഇതുങ്ങൾ ചവിട്ടിയ പാടിനൊന്നും പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് അതിന് ശേഷം വന്ന ഇതാണ്, മാനാണ്. ഇവിടെയെല്ലാം ചവിട്ടി മെതിച്ചിട്ടിട്ടുണ്ട്. യഥാർത്ഥമായ മഴക്കാടിൻ്റെ വന്യത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതേ വന്യതയിലേക്ക് തന്നെയാണ് ഇന്നും നമ്മൾ വേട്ടയ്ക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസും ഡിഫറെൻ്റ് മൈൻഡ് സെറ്റുമാണ് കേട്ടോ. വേട്ടയാടല്ല, അവിടുത്തെ മൃഗങ്ങളെ ഒളിഞ്ഞ് വേട്ടയാടി പിടിക്കാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് വേറൊരു ഫീലാണ് കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ചേട്ടനുണ്ടല്ലോ ഒരു ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഉറുമ്പിനെ എടുത്ത് കളഞ്ഞതാണ്. ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഓക്കെ, എനിക്ക് തോന്നുന്നു പണ്ട് ഞാനൊരു ഹണ്ടറായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പം മനസ്സിന് വല്ലാത്തൊരു ഒരു എനർജിയും സന്തോഷവും ആവേശവും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്തോനേഷ്യയുടെ നോർത്ത് സൈഡിൽ, സുമാത്രയുടെ സൈഡിലായിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ നിൽക്കുന്ന മെന്തവായി എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡിലേക്ക് വരണം കേട്ടോ. ഫുൾ ടൈം മഴ പെയ്യുന്ന ഒരു മഴക്കാടാണ് ഈ പറയുന്ന മെന്തവായി കാടുകൾ. ഇവിടെയാണ് ഈ ഒരു മെന്തവായി ട്രൈബ്സ് താമസിക്കുന്നത്. ഞാനിവിടേക്ക് വന്നത് ഹേരു എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടൊക്കെ ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹേരുവിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അത്യാവശ്യം കുറച്ച് ചിലവുള്ളൊരു പരിപാടിയാണിത്. അപ്പം അതിനൊക്കെ ചിലവ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ വരാം. ഞാൻ ഹേരുവിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇതാ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വാട്സപ്പ് അവൈലബിൾ ആണ്. യു കൺ ഡയറക്ട്ലി മെസ്സേജ് ഓർ ഹേരുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുകൂടാതെ ഞാനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഒരു ഗ്രൂപ്പ്, എൻ്റെ കാലം തന്നു ഇങ്ങോട്ടേക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടോ? അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് ഈ ഒരു കാട്ടിലേക്ക് യാത്ര പോവാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. ഇങ്ങനെയുള്ള വൈൽഡ് ലൈഫ് കാര്യങ്ങൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഇവരുടെ കൾച്ചറൊക്കെ നേരിട്ട് അറിയാനും താല്പര്യമുള്ള ആളുകൾ മാത്രം കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ശരിക്കും ആ മാനെ നടന്ന് വന്ന വഴിയെ നമ്മളിതാ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇതുണ്ടോ, ഇത് റീസെൻ്റായിട്ടാണ്, അതിൻ്റെ അകത്ത് വെള്ളം പോലും കയറിയിട്ടില്ല ഈവൻ. അപ്പോൾ എന്തോ ഒരു വീട് പോലെയൊക്കെയുള്ള എന്തൊരു സംഭവം, ചെറിയൊരു സാധനം ഇവിടെ കാണുന്നുണ്ട്. ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഇതെൻ്റെ വീടാണ്, ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് കിടന്നുറങ്ങേണ്ടതെന്നാണ് കേട്ടോ മെത്തിൽഡ പറയുന്നത്. പേര് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഹണ്ടിങ്ങിനായിട്ട്. ഓ യു ആർ റൈറ്റ് മെത്തിൽഡ, സോ യു ഗോണ സ്റ്റേ ഹിയർ ടുനൈറ്റ്. ഓക്കെ, ഈ ഹണ്ടിങ്ങിന് വരുന്ന സമയത്ത് ഇവരിതുപോലത്തെ ചെറിയ വീടുണ്ടാക്കും. 2-3 ദിവസം ഇതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ടാണ് അവർ വരിക. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു വീടാണ് ഈ കാണുന്നത്. അതായത് മൃഗങ്ങളിൽ കൂടുതലായിട്ട് പോകുന്ന പാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവരും ഇതുപോലുള്ള വീടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹണ്ടിങ്ങിനായിട്ടൊക്കെ പോകുന്നത്. വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഇവർക്ക് കൈമാറി കിട്ടിയ വിവരങ്ങളാകും. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ വരുന്ന വഴി പോകുന്ന വഴിയൊക്കെ ഇവർക്കറിയാം. ഈ മൃഗങ്ങൾക്ക് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അവർക്കും ഒരു റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കുടിക്കാൻ വരാൻ വേണ്ടിയിട്ട്, തീറ്റ തേടി വരാൻ വേണ്ടിയിട്ടൊക്കെ അവർക്കും വഴിയൊക്കെ അറിയാം. അപ്പോൾ സം പർട്ടിക്കുലർ കൈൻഡ് ഓഫ് വഴിയൊക്കെ അതുങ്ങൾ വരും. അപ്പോൾ ആ വഴി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാം, കെണി വെച്ച് പിടിക്കാം, ഒക്കെ ചെയ്യാം. ഇവിടെ നിന്ന് കണ്ടോ മാനുകളിങ്ങനെ കുത്തി തിരിഞ്ഞിട്ടുണ്ട് ഇതേ ആ ഡയറക്ഷനിലോട്ട്. കുറച്ചധികം നേരമായിട്ടുണ്ടല്ലോ നമ്മളിപ്പം
ഒരു കുന്നാണ് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ഷീണിച്ചു കേട്ടോ. ഹായ്. ഇവർ ആ ഒരു തോടിൻ്റെ തീരത്തൊന്ന് കളക്ട് ചെയ്ത് വന്നിട്ടുള്ള ബാമ്പൂക്കെ ഇല്ലേ, ബാമ്പൂക്ക് വെച്ചിട്ട് ഇതിൻ്റെ മേലെ എന്തോ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. രണ്ട് ബാമ്പുവിൻ്റെ അവിടെ സൈഡിൽ ഇങ്ങനെ തുളയിട്ടിട്ട് അതിന് ക്രോസായിട്ട് ഇവിടെ നിന്ന് കൊത്തിയെടുത്തൊരു കൊമ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിനെ മണ്ണിലേക്ക് ഈ ഒരു രീതിയിൽ അടിച്ച് താത്തുകയാണ് കേട്ടോ ആദ്യമേ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ താഴെയൊക്കെ നോക്കിയാൽ കാണാം, ഇത് മാന് നടക്കുന്ന ഒരു വഴിയാണത്. ഇഷ്ടം പോലെ കാൽപ്പാടുകളുണ്ട്. അപ്പോൾ അതുങ്ങളുടെ ട്രാക്കാണത്. അപ്പോൾ അവിടെയാണ് ഇവർ ആ ഒരു കുടുക്ക് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു രണ്ടിതും അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഇതാ മരത്തിൻ്റെ ചില്ലയില്ലേ, ചില്ലകൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ കുത്തി കുത്തി വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച പോലെ ഒന്നും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം. ഏകദേശം ഒരു ചെടിയൊക്കെ വളർന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീലിന് വേണ്ടിയിട്ട്. അദ്ദേഹം അതുപോലെ തന്നെ അടുത്ത മറ്റൊരു കെണി ഇതാ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യും. ആ ഒരു കുടുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അത് പിന്നെ എന്തെങ്ങനെയൊക്കെയോ കുടുക്കി വെക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അതിന് ഇതാ അവിടെ ഒരു കൊമ്പ്, വലിയൊരു കൊമ്പ് മുറിച്ചിട്ട് ആ ഒരു കൊമ്പ് മണ്ണിലേക്ക് കുത്തി താഴ്ത്തി വെക്കുന്നുണ്ട്. ആ ഒരു വലിയ കമ്പ് കുത്തിയില്ലേ, ആ ഒരു കൊമ്പിൻ്റെ അകത്തേക്ക് ഇതാ ഒരു കുടുക്ക്, ആ ഒരു കൊമ്പ് ഇങ്ങനെ വളച്ചെടുക്കും. എന്നിട്ട് ആ ഒരു കുടുക്ക് അത് ആ ഒരു കൊമ്പിലേക്ക് കണക്റ്റ് ചെയ്ത് വെക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നത് അതിങ്ങനെ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് കണ്ടോ വളഞ്ഞാണ് ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ അതിന് ആ ഒരു ആ ഒരു ബലമുണ്ട്. മേ ബി നിങ്ങൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിനെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് കണ്ടെങ്കിൽ ആ ഒരു വള്ളിയുടെ അറ്റത്ത് മറ്റൊരു കൊമ്പിൻ്റെ ഒരു പീസുണ്ട്, അതിങ്ങനെ തൊട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് അതിന് ഇൻബിറ്റ്വീനായിട്ട് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കൊമ്പ് കൂടി എടുത്തു വെച്ചു. ആ ഒരു വള്ളീനെ അവിടെ കുടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെ ഉണ്ടല്ലോ ഇതുണ്ടല്ലോ ആ ഒരു ബാമ്പൂവിൻ്റേത്, ആ ഒരു പീസ് ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ മുകളിലേക്ക് എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം വളരെ ട്രിക്കി ആയിട്ട് അതിൻ്റെ ആ ഒരു കുരുക്ക് അതിന് മുകളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് ഇവർ നേടിയെടുത്ത ഇവരുടെ ഒരു കഴിവിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത്. You tried already. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അകത്ത് എൻ്റെ കാലെടുത്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എന്നെ വലിച്ചിട്ട് ഈ സാധനം അങ്ങോട്ട് കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ്. നൈസ്. വർക്ക് ചെയ്യുന്നേ. ഓ യെസ്. കണ്ട മാനിൻ്റെ കാല് അതിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കുരുങ്ങി മാനിൻ്റെ കാലിൽ കെട്ടുണ്ടാവും. പിന്നെ അതുങ്ങൾക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇവിടെ കൊടിയും കിടക്കും. അന്നേരം ഇവർ എല്ലാ ദിവസവും റെഗുലറായിട്ട് വന്ന് ചെക്ക് ചെയ്യും എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ ഒരു കുടുക്ക് ഇട്ടതിന് ശേഷം ചിലപ്പോൾ ഉണ്ടല്ലോ ഇത് കുറച്ചധികം ദിവസങ്ങൾ തന്നെ എടുക്കും ഇതിൻ്റെ അകത്ത് ആ ഒരു കുടുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഴാൻ വേണ്ടിയിട്ട്. കാരണം മാൻ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്ത് അങ്ങനെ പോകാനുള്ളൂ. അപ്പം ഇന്ന് വന്ന് മാൻ ഇനിയിപ്പം നാളെയോ മറ്റന്നാളോ വരണം നിർബന്ധമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മെല്ലുണ്ടെങ്കിലും ഇതുങ്ങൾ വരത്തില്ല. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് പോവും. കഴിഞ്ഞിട്ട് വീണ്ടും അതുങ്ങളിങ്ങനെ ഇറങ്ങി വരും. മഴ പെയ്യുമ്പോൾ കൂടാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല കൂണൊക്കെ മുളയ്ക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾ തപ്പിത്തടഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നൈസായിട്ട് കുരുക്കിൽപ്പെടും, ഇവരുടെ അടുപ്പിലുമാകും. വീണ്ടും ആ ഒരു കെണി പഴയ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത് ഇപ്പം ഇത് പ്ലാസ്റ്റിക് വള്ളിയാണ് യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഡ്രോപ്സ് ആണ്. പക്ഷെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന രത്തൻ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നീട് ആധുനികത വന്നല്ലോ, അന്നേരം റോപ്പ് കുറച്ചും കൂടി കട്ടി കൂടിയത് ഇവിടുത്തെ രത്തിനേക്കാളും ഇതാണ്. പിന്നെ ഈ വൈൽഡ് ബോറുകൾ ഇത് കടിച്ച് മുറിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഇത് കുടുങ്ങിയിട്ടൊരു 2-3 ദിവസമൊക്കെ നമ്മൾ കാണാതെ ഇരിക്കുവാണെങ്കിൽ അതുങ്ങൾ കടിച്ച് മുറിച്ച് രക്ഷപ്പെടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങൾ കുടുങ്ങിയാലും കടിച്ച് മുറിക്കില്ല. മാനയ്ക്കാണെങ്കിലും അഥവാ വലിച്ച് ഊരിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ വലിയ കൊമ്പില്ലേ, ഈ ഒരു കൊമ്പും കൊണ്ട് അധിക ദൂരമൊന്നും പോകാൻ പറ്റില്ല. ഇതിലെ മരങ്ങൾ കണ്ടില്ലേ നിങ്ങൾ, വേരുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി പോകും. അപ്പോൾ ഇവർക്ക് ഈസിലി വന്നിട്ട് ഇതിനെ പിടിക്കാൻ പറ്റും. അതങ്ങനെ അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് കണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ പനയില്ലേ, പനയുടെ തന്നെ വേറെ ഏതൊരു വകഭേദം, ആ വകഭേദം പനയുടെ ഇലയുടെ തണ്ടാണ് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വള്ളി ഉണ്ടല്ലോ, ആ ഒരു വള്ളീനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ മൃഗങ്ങളും ആളുകൾ സ്മാർട്ടാണ്. ഈ കളർഫുൾ വള്ളിയെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടുകൾ ആ ഒരു വള്ളി ഹൈഡാക്കി. നൈസ്, അമ്പടാ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതോ ഒരു മരത്തിൻ്റെ കൊമ്പ് വീണ് കിടക്കുന്ന പോലെ മാത്രമല്ല നിങ്ങൾക്ക് തോന്നത്തുള്ളൂ, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനും പറ്റത്തില്ല. നൈസ്, സ്മാർട്ട്. കൂടാതെ ഇതാണ്ട് ചെടിയെല്ലാം കൊണ്ടു നട്ടിട്ടുണ്ട്. അതായത് ഈ മാനുകൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെടികളൊക്കെ, അതിനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ചെടികളും ഒക്കെയും ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ട്രാപ്പ് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പം അവിടെ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കൊമ്പ് തന്നെ മുറിച്ച് വളച്ച് വെക്കാനുള്ള സാധനമൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രോപ്പർ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെങ്കിൽ ഈ ബാമ്പൂൻ്റെ ഇത് വെച്ചേക്കുന്നത് അതിൻ്റെ ഇവിടെ ഇങ്ങനെയായിട്ടാണ് ശരിക്കും ഒരു കുരുക്ക് വെച്ചേക്കുന്നത്. അതിൻ്റെ മേലെയായിട്ട് ആ ഒരു ബാമ്പൂല് വന്നിട്ട് ഈ മൃഗങ്ങൾ ചവിട്ടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കൊളുത്തിൻ്റെ ആ ഒരു ഇത് കണ്ട പോർഷൻ കണ്ടെങ്കിൽ ആ വള്ളി വന്ന് കിടക്കുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ചെറിയൊരു കമ്പിൻ്റെ കഷ്ണം ഇത് അവിടെയുണ്ട്. ആ ഒരു കമ്പിൻ്റെ കഷ്ണം റിലീസാകും ഇതിൽ ചവിട്ടുന്ന സമയത്ത്. അതിനെ തടഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കൊമ്പ് താഴത്തേക്ക് വരുമ്പോൾ അത് റിലീസായിട്ട് മേലോട്ടേക്ക് അങ്ങനെ പൊക്കും. ആ പൊക്കുന്ന സമയത്ത് ഓൾറെഡി താഴെയായി പോയിട്ടുള്ള ആ ഒരു മാനിൻ്റെ കാല് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയും അതവിടെ കുടുങ്ങി കിടക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയില്ല, നിങ്ങൾ ഡയറക്റ്റ് വന്ന് കാല് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് വെച്ചിട്ട് കാണേണ്ടി വരും കേട്ടോ, എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ വർക്കിങ്. അങ്ങനെ അതിനുള്ള കെണികൾ വെച്ചിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുകയാണ്. ആ ഒരു മലകയറ്റം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പം മല ഇറക്കമാണ്. ഇവിടെയുണ്ടല്ലോ ഈ ഒരു കാടിൻ്റെ ഈ ഒരു സൈഡ് മുഴുവൻ ഇതുണ്ടല്ലോ പാമ്പിനെ പോലെ വളഞ്ഞ് ഫുള്ള് വേരുകളാണ്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളുടെ കാല് അതിൻ്റെ അകത്ത് കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വേറെ ഏതോ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്, അടുത്ത സ്ഥലത്തേക്ക്. ഇന്തോനേഷ്യയിലെ ബന്ദേയാച്ചെ ആ ഒരു സൈഡിലേക്ക് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ പോയ ആ ഒരു സൈഡിലേക്ക് വലിയ രീതിയിൽ മഴവെള്ളം വന്ന് അവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ലാൻഡ് സ്ലൈഡ്, ഭീകരമായിട്ട് മഴയേക്കാളും കൂടുതൽ ലാൻഡ് സ്ലൈഡ് വന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ കാടുകളുടെയൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു സ്ട്രക്ചർ, മണ്ണ് ഒട്ടും ഉറപ്പില്ലാത്ത മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു നിർത്തുന്നത് ഇതുപോലുള്ള മരങ്ങളുടെ വേരുകളാണ്. കണ്ടില്ലേ നിങ്ങൾ ഇവിടെയൊക്കെ മുഴുവൻ. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ്, കഴിഞ്ഞ തവണ അതിന് മുമ്പത്തെ തവണയൊക്കെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഹെക്ടർ കണക്കിന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു പാം ഫീൽഡ് എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നുള്ളത്. അതുപോലെ ഹെക്ടർ കണക്കിന് കാട് വെട്ടി പാം ഫീൽഡ് ഉണ്ടാക്കി ആ ഒരു പാം ചെടികൾ നട്ട സമയത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന നാച്ചുറലി ഈ ഒരു മണ്ണിനെ പിടിച്ചു നിർത്തിയിരുന്ന വേരുകളൊക്കെ ഉണങ്ങി ഇല്ലാണ്ടാവുകയും ആ ഒരു മണ്ണിൻ്റെ എന്താ പറയുക ആ ഒരു ബലം നഷ്ടപ്പെടുകയും പിന്നെ ചെറിയൊരു മഴ പെയ്ത് ആ മഴയ്ക്ക് കുറച്ചൊന്ന് കട്ടി കൂടിയപ്പോഴത്തേക്കും എല്ലാ മണ്ണും കൂടി ഒരുമിച്ച് താഴോട്ടേക്ക് ഒലിച്ചു വരികയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വനനശീകരണം അവിടെ ഉണ്ടായ ദുരന്തത്തിന് വലിയൊരു കാരണമാണ്. ഇവിടെ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും കാട്ടിനുള്ളിലെ ആ ഒരു
ഇതാ പന മറിഞ്ഞ് കിടക്കുന്ന കാഴ്ച ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലൊരു പന മറിഞ്ഞ് കിടക്കുന്നിടത്ത് പോയിട്ട് ഇതിനെ കൊത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുക്കളെ കളക്ട് ചെയ്ത് കുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് അതിന് വേണ്ടിയിട്ട് അവർ പൊളിച്ചേക്കുന്ന പനയാണ്. ആ വീഡിയോ കാണാത്ത ആളുകളുണ്ട് എങ്കിൽ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വെറൈറ്റിയാണ്, അതൊക്കെ ഇവിടെ മാത്രം കിട്ടുന്നൊരു സംഭവമാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ചതുപ്പ് നിലമാണ്. ശരിക്കും ഉണ്ടല്ലോ ഈ ചെളിക്കൊരു മണമുണ്ട്. ഈ ചെളിയുള്ള പ്രദേശത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം, അവിടെ ഈ ഒരു ഇലയും ചെളിയും മരവും ഒക്കെ കൂടി ചീഞ്ഞിട്ടൊരു സ്മെല്ല് വരാനുണ്ട്. ആ സ്മെല്ല് എന്തായാലും വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇതുപോലുള്ള മഴക്കാടുകളിലൂടെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ ആ ഒരു സ്മെല്ല് അതിഭീകരമാണ് കേട്ടോ. നല്ല രസമാണ്. ഇടയ്ക്ക് നിങ്ങളൊക്കെ വന്ന് ആ സ്മെല്ലൊക്കെ അനുഭവിക്കണം. മറ്റൊരു കുഞ്ഞരുവിയിലേക്ക് ഇതാ നമ്മൾ വന്നു. ശരിക്കും ഞാൻ ഇതിലേക്ക് നടക്കുമ്പോൾ ആലോചിക്കുന്നത്, നമ്മൾ എത്രയോ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഇൻടു ദ വൈൽഡൊക്കെ പോലെ കാടിനുള്ളിലൊക്കെ പോയി ആളുകളിങ്ങനെ പെട്ടുപോകുന്നതും താമസിക്കുന്നതും കുടുങ്ങുന്നതും അവിടെ നിന്ന് സർവൈവ് ചെയ്ത് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിക്കും അതൊക്കെ സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അധികം ആളുകളൊന്നും ടച്ച് ചെയ്യാത്ത പ്യുവറായിട്ടുള്ളൊരു കാട്ടിൽ ഇതുപോലെ നടന്ന് അത് ഫീൽ ചെയ്യണമെന്ന് അന്ന് മുതലേ ഉള്ളൊരാഗ്രഹമാണ്. ശരിക്കും ആ ഒരു ആഗ്രഹമൊക്കെ ഇതാ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് സാധിച്ചു കേട്ടോ. ഈ കാണുന്ന മരമുണ്ടല്ലോ, ഈ മരത്തിൻ്റെ തോല്, ഈ തോലാണ് ഏറ്റവും ഈ ഒരു കാട്ടിലെ ഏറ്റവും നല്ല റെസിസ്റ്റൻ്റുള്ള വള്ളിയായിട്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവരുടെ ഡ്രസ്സ് വരെ ഉണ്ടാക്കി വെക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു അമ്പിൻ്റെ ആ ഒരു വള്ളിയും ഒക്കെയും ഇതിൻ്റെ തോല് ചതച്ചെടുത്ത് പ്രത്യേകമായ രീതിയിൽ ഇത് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പം ഇവരിത് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊത്തുന്നത്. ഇനി അതിൻ്റെ തോല് അങ്ങനെ തന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനൊക്കെ ഇവരെ സഹായിക്കുന്നത് ഈ ഒരു കത്തി തന്നെയാണ്. അങ്ങനെ വരഞ്ഞ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലിങ്ങനെ അടിച്ച് ചതച്ച് അതിൻ്റെ ആ ഒരു തടിയായിട്ട് വിട്ടുപോകുന്ന രീതിയിലാക്കി എടുക്കുന്നുണ്ട്. യെസ്, ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് നല്ല രീതിക്ക് പൊളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ അടിച്ചു കൊടുക്കുന്നു, മറ്റൊരാൾ പൊളിക്കുന്നു. നല്ല ഇതുണ്ടല്ലോ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു സാധനം. ഇത് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇതിൻ്റെ ഈ ഒരു തൊലി അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാ സാധനവും ഇവർക്ക് നിത്യജീവിതത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവരിങ്ങനെ ഈ ഒരു കാട്ടിൽ നിന്ന് തന്നെയായിരുന്നു ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വലിച്ച് അതിൻ്റെ ഇത് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തത്തെ ആ ഒരു തൊലിയില്ലേ, ആ ഒരു പുറത്തത്തെ തൊലിയും കൂടി പൊളിച്ച് കളയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഇതുണ്ടെങ്കിൽ ആ ഒരു നൈസായിട്ടുള്ള നാര് മാത്രമാണ് എടുക്കുന്നത്. നടന്ന് തിരിച്ചുണ്ടല്ലോ നമ്മളിതാ നമ്മളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാലും കൈയൊക്കെ ഫുള്ള് ചെളിയാണല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് മേലോട്ടേക്ക് കയറാം. എന്തായാലും വെയിൽ മൂത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പം മൃഗങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. ആ കെണി അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുടുങ്ങുമോ എന്നുള്ളത് കാത്തിരിക്കണം. എൻ്റെ കാലിൽ കണ്ട ഞങ്ങൾ നിറച്ച് ചോരയാണ്, അട്ട കടിച്ചതാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഇതാ ഓച്ചിന് ഇവിടുന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഓച്ചിനാണ് എന്നോട് പറഞ്ഞത് ചോര വരുന്നു. പിള്ളേർ ചാടി തിമിർക്കുന്ന കണ്ടപ്പോഴേ എല്ലാവർക്കും ഒരു ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ കുറച്ചധികം നേരം വെള്ളത്തിൽ കിടക്കാന്നുള്ളത്. ഏതായാലും കുറേ അധികം ദൂരം നടന്നതല്ലേ, ആ ക്ഷീണം വെള്ളത്തിൽ കിടന്ന് തന്നെ മാറ്റാം. അതിഗംഭീരമായിട്ടുള്ളൊരു കുളിയൊക്കെ അതും ഈ ഒരു കാട്ടരുവിയിൽ പാസ്സാക്കി. നമ്മൾ കുളി കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള നമ്മളുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. ചോറ്, അതുപോലെ തന്നെ ഓംപ്ലേറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, വെജ് കറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള എന്താ പറയുക, നമ്മളുടെ വായിൽ വെള്ളം വരുന്ന രീതിയിൽ. ശരിക്കും ഇത് ഇവരുടെ ട്രഡീഷണൽ ഫുഡല്ല, അത് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. Okay, don't forget, subscribe, like and share Sudi ബാക്ക്പാക്കർ. ഇവരപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ സാഗയല്ലേ, സാഗയുടെ പൗഡർ കൊണ്ട് ബാമ്പൂവിൻ്റെ ഉള്ളിലുണ്ടാക്കി ഇട്ടിട്ട് ചുട്ടെടുത്തേക്കുന്ന ആ ഒരു ഡിഷുമായിട്ട് വന്നു. അപ്പം ഇവർ തിന്നുന്നത് കണ്ട് ഞാൻ നോക്കിയപ്പം എനിക്കൊരു പീസ് തന്നു. കണ്ടങ്ങളെ, നൈസ് ടേസ്റ്റി. അതും എൻ്റെ കൂടെ മീനിൻ്റെ കറിയുണ്ട്. അപ്പം മീൻ കറിയും കൂടി ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇത് ഇങ്ങനെ കഴിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. നൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻകറി കഴിഞ്ഞ ദിവസം നമ്മൾ പുഴയിൽ പോയി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ മീൻ കിട്ടുന്നത്. അത് എങ്ങനെയാണെന്നുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ആ ഒരു എപ്പിസോഡിലുണ്ട്. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കണ്ണു നോക്കി അടിപൊളിയായിട്ട് കേട്ടോ. വാ, ടേസ്റ്റ്.
ഭക്ഷണത്തിന് ശേഷം അവർ ആ ഒരു കാട്ടിൽ നിന്നെടുത്ത ആ ഒരു മരത്തിൻ്റെ തൊലിയില്ലേ, അതിനെ എങ്ങനെ തുണി രൂപത്തിലാക്കുന്നു എന്ന് കാണിച്ചു തന്നെ. അതിനെ അടിച്ച് പരത്തിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും നമ്മളുടെ ആ ഒരു തുണിയൊക്കെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നു കേട്ടോ. നെയ്യുന്നതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എല്ലാം പ്രകൃതിയിൽ തന്നെ അങ്ങനെയേ ലഭിക്കുന്നുണ്ട് ഇവിടെ. അതിനുശേഷം ചെറുതായൊന്ന് മയങ്ങി എന്നെ മെത്തിൽഡയാണ് വിളിച്ചെണീപ്പിച്ചത്. വേഗം ബാ കൂടെ എന്ന് പറഞ്ഞ ഒരു വിളി കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറന്നത് കേട്ടോ. അവരെ എന്തോ ഒരു പരിപാടിക്കായിട്ട് പോയതാണ്, അപ്പോൾ എന്നെ വിളിച്ചു. അപ്പം തുറക്കത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ എണീറ്റതാണ്. ഞാൻ എണീറ്റൊന്ന് റെഡിയായി. ഈ കൊതുകിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തേച്ച് വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോഴത്തേക്ക് അവരങ്ങോട്ട് ഓടിപ്പോയി. അപ്പം ഞാൻ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എന്തോ സംതിങ് സ്പെഷ്യലാണ്. പക്ഷേ ഞാൻ വലിയ റിസ്ക് എടുത്തിട്ടുണ്ട്. ആകാശം നോക്കി നിങ്ങൾ, മൊത്തം ഇരുണ്ട് മൂടിയിട്ടാണുള്ളത്. ഞാൻ റെയിൻ കോട്ടൊന്നും എടുത്തിട്ടില്ല. അതവരവിടെ എത്തിയതേ ഉള്ളൂ. പോയി റെയിൻ കോട്ട് എടുത്തിട്ട് വരണം. എന്തേ ഉണ്ടേ കുച്ച് കുച്ച് ഹോത്താ ഹേ നാ 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 നാ. ഇവിടെ ഉണ്ടല്ലോ കാണുന്ന ഈ ഒരു ചെടിയുടെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. ഈ ചെടിയുടെ ഇത് ഇവർ കഴിക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. എൻ്റെ അല്ലിയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട്. അച്ഛാ you gonna eat this one? In English they call tort ginger. Okay. Tort ginger. Oh, can you eat? It's sugar? It's edible. തിന്നാൻ പറ്റുന്നതാണ്. തിന്നോക്കാം. Soury little bit. Everything or just the... അത് നല്ല ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ചെറിയൊരു പുളിയുള്ള എന്നാല് Like lemon. That's like the same thing. No. മൊയിലേ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. പതുക്കെ പതുക്കെ ഈ മൊയിലേ എന്ന് പറയുന്നത് ഇവിടെ പതുക്കെ എന്നുള്ളതിനാണ് കേട്ടോ. സ്ലോലി ദാറ്റ് ഈസ് മൊയിലേ. ഞാൻ പിന്നെ അതിനൊരു മ്യൂസിക് കൂടി ഇട്ട് പാട്ടുണ്ടാക്കിയതാണ്. കുറേ അധികം നേരത്തെ ഈ ഒരു മരക്കൊമ്പിൻ്റെ മേലെയുള്ള സാഹസത്തിനൊടുവിൽ ഞങ്ങളിതാ ആ ഒരു സ്ഥലത്തേക്കെത്തി. അവിടെ എന്തെങ്കിലും വെട്ടലും മുട്ടലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന മരം മുറിക്കുകയാണ്. ഏതാണ് മരം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരുടെ എന്താ പറയുക, ജീവനാടിയും പരമനാടിയും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ പറയുമോ? എനിക്കറിയാൻ പാടില്ല, ഞാൻ എന്തായാലും പറഞ്ഞിരിക്കണം. ഈ കാണുന്ന പന, ഈ പന ഇപ്പോൾ എന്തിനാണ് മുറിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നത് സാഗു ട്രീ ആണെന്ന് അറിയാലോ. സാഗു എന്നാണ് ഈ ഒരു മരത്തിന് ഇവരുടെ നാട്ടിലെ പേര്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ പൊടി ആ ഒരു പൊങ്ങ് കളക്ട് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല മരമാണ് മുറിക്കുക, മോശമായതൊന്നുമല്ല. അപ്പം ആ ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും സംഗതികൾ നമ്മൾ വേർതിരിച്ചെടുക്കും കേട്ടോ. യെസ്, അവസാനത്തെ വെട്ടും വെട്ടി. രണ്ടാവശ്യത്തിന് ഇവർ യൂസ് ചെയ്യും. ഒന്ന് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും, അതുകൂടാതെ ഇത് പന്നികൾക്കും കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാലോ, ടേസ്റ്റ് ഉണ്ടല്ലോ. ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം എന്തൊരു വിരോധാഭാസമാണ് എന്നുള്ളത് തോന്നും. കാരണം പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും അത് വൻ കാഴ്ചയായിട്ട് കണ്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷേങ്കിൽ ഈ കൂട്ടത്തിലുള്ള ഞങ്ങളെ എല്ലാവരേക്കാളും ആരോഗ്യം ആ പുള്ളിക്കാരനുണ്ട് കേട്ടോ, നമ്മുടെ ഷമാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഡെയിലി റുട്ടീനാണ് ഈ കാടുമായിട്ടൊക്കെ മല്ലിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരം ആ ഒരു രീതിക്ക് അത്രമാത്രം ആരോഗ്യമുള്ളതും അതുപോലെ തന്നെ ശക്തിയുള്ളതുമായി മാറിയിട്ടുണ്ട്. അതാണ് ആധുനിക മനുഷ്യനും കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ഇതൊക്കെ ചുമന്നുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ മാത്യുവിലേക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ, ഉള്ളതിൽ ഏറ്റവും ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം എല്ലാവരും ഇത് ചുമന്ന് വേണം അങ്ങോട്ടേക്ക് എത്തിക്കാൻ. ഇതൊക്കെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ് കേട്ടോ. സോ വി ഷുഡ് ക്യാരി. എനിക്കും തന്നു ഒരെണ്ണം. ഓക്കെ, അത് ബിഗ് സ്മോൾ. യെസ്, ഓക്കെ. ഇതവിടെ എത്തിച്ചിട്ട് വേണം രാത്രിക്കത്തേക്കുള്ള ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു ബാറ്റർ സമ്പ്രദായമാണ്. ഇതവിടെ കൊടുക്കുന്നു, കുറച്ച് കഞ്ഞി തരുമോ ചേച്ചിയെന്ന് ചോദിക്കുന്നു, അവർ കഞ്ഞി തരുന്നു, നമ്മൾ കഞ്ഞി കുടിക്കുന്നു. പിന്നെ ഞാൻ വന്നത് റോങ് വഴിയാണോ? അല്ല, ഇതുവഴി തന്നെ കയറാൻ പറ്റുമോ നോക്കാം.
പോളിൻ, it's a big one. പോളിൻ കൂട്ടത്തിലെ ഏറ്റവും വലുത് എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങള് പോളിന് അല്ലെങ്കിൽ തന്നെ നടക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ പണി പാളും. അതുകൊണ്ട് പോളിന് മാത്രം ഒരു എന്താ കൺസെഷൻ. ഞാൻ മിക്കവാറും ഇപ്പം തന്നെ ഈ ഒരു പുഴയിൽ വീടും സ്പോട്ടിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഈ എടുത്ത് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ഈ കാണുന്ന കൊമ്പ് കണ്ടില്ല നിങ്ങൾ, ഈ കാണുന്ന മരത്തിൻ്റെ മേലെ കൂടി ബാലൻസ് ചെയ്ത് നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. കണ്ടോ? ഓ മൈ ഗോഡ്. എനിക്ക് അതിൻ്റെ കൂടെ ഈ ഒരു ക്യാമറ കൂടി പ്രവർത്തിപ്പിക്കണം. അത് വേറെ പണിയാണ് അല്ലേ. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു പീസ് പന്നികൾക്കാണ് കേട്ടോ കൊടുക്കുന്നത്. വാ കണ്ടോ എത്ര ഡെലീഷ്യസ് ആയിട്ടാണത് തിന്നുന്നതെന്ന്. ദേ ആർ സോ ഹാപ്പി. ഓ പിള്ളേർക്ക് പോളിൻ കൊണ്ടുവന്ന് അതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. യുവർ ചോക്ലേറ്റ് ഈസ് ഫേവറേറ്റ് ഫോർ ദം. സി അങ്ങനെ മെന്തവായിൽ നമ്മളുടെ സമയം പതുക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായി. അതിനുശേഷം ഞങ്ങൾ അവിടെ വീട്ടുകാരോടുമൊത്ത് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഷമാന് പല കാര്യങ്ങളും അവരുടേതായിട്ടുള്ളത് നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. പിന്നെ ഇവിടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചു. ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചില്ലേ അതെല്ലാം ഷെയർ ചെയ്തു. ശരിക്കും മെന്തവായി ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് തന്നു കേട്ടോ. നാളെ രാവിലെ ഇനി ഇവിടെ നിന്നും ബൈ പറയണം. അതിന് മുമ്പായി നമ്മൾ വെച്ച കെണിയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നും നോക്കണം.